അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയതും കുറുകിയതുമായ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇപ്പോഴും നല്ലതുപോലെ വിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 3 വിസിൽ കേട്ടതിന് ശേഷം 4ാമത്തെ വിസിൽ വരുന്നതിന് മുമ്പേ സ്റ്റൗ ഓഫ് ചെയ്യണം. നല്ല ടേസ്റ്റിയായ കറിയാണ്. ഈ വെജിറ്റബിൾസൊക്കെ ഇട്ട് വെക്കുമ്പോൾ എല്ലാത്തിൻ്റെ കൂടെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കുന്നതിലേക്ക് പോകാം. പിന്നെ ഇവിടെ ഒരു ഗ്രീൻ പീസ് കറി തയ്യാറാക്കുകയാണ്. അതിന് വേണ്ടി 1 കപ്പ് ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ കുക്കറിലോട്ട് ഇടാം. ഇപ്പം തലേന്നേ വെള്ളത്തിയിട്ട് കുതിർത്ത ഗ്രീൻ പീസാണ്. കഴുകി വൃത്തിയാക്കി അതിൻ്റെ അകത്ത് നെകക്ക വെള്ളം ഒഴിക്കാം. ഗ്രീൻ പീസിന് നെകക്ക വെള്ളമാണ് ഒഴിക്കുന്നത്. എന്നാലും ഒരു ഇച്ചിരി കൂടി നിൽക്കും. പിന്നെ അതിലേക്ക് ഇടാനായിട്ട് ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിരിക്കുന്നത്. ഒരു ഇടത്തരം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ്, ഒരു സവാള, ഒരു തക്കാളി, 2 ചെറിയ ക്യാരറ്റ് നമ്മളെ കയ്യിലുള്ള കണക്ക് എടുക്കാം, 2 പച്ചമുളക്. ഇതിനി അരിഞ്ഞുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനി ഗ്രീൻ പീസിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനി അടുപ്പിൽ വെച്ച് വേവിക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ മസാലയൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ട് തന്നെയാണ് വേവിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഉപ്പിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. അരി ആവശ്യമുള്ളവർക്ക് കൂടുതലിടാം. പക്ഷേ ഗ്രീൻ പീസിന് സാധാരണ എരി ഇച്ചിരി കുറവായിരിക്കും. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. 1 സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇനി ഇത് സ്റ്റൗവിലോട്ട് വയ്ക്കാം. നമ്മളിവിടെ ഗ്രീൻ പീസ് അവിടെ വെന്ത് കിടപ്പുണ്ട്. കുക്കറിലോട്ട് അത് പിന്നെ കാണിക്കാം. അപ്പോൾ ഞാൻ ഒരു 1 കപ്പ് തേങ്ങ എടുത്ത് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല മഷി പോലെ അരഞ്ഞില്ലെങ്കിലും നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. പിന്നെ കടുക് വറുക്കാനുള്ള സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, മുളക്, 2 കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്. അപ്പം മല്ലിയില മാത്രം ആയാലും മതി, കറിവേപ്പില മാത്രം ആയാലും മതി. നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മളെ കയ്യിലുള്ള സാധനം വെച്ച് തയ്യാറാക്കാം. ഗ്രീൻ പീസ് വെന്ത് ഇവിടെ കുക്കറിൽ നിന്ന് ചൂടൊക്കെ ആവിയൊക്കെ പോയി കിടപ്പുണ്ട്. അതിപ്പോൾ ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ കടുക് വറുക്കാനായിട്ട് ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പോൾ എണ്ണ ചൂടായ എണ്ണയിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോഴാ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഇഞ്ചിയും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തീരുമ്പോഴത്തേക്ക് ഈ ചട്ടി നമ്മൾ അടുപ്പത്തേക്ക് സ്റ്റീലിൻ്റെ ചീനിച്ചട്ടിയാണ്. അത് അടുപ്പിൽ വയ്ക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് കരിയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ വെച്ച് നമുക്ക് കടുക് വറുക്കാനൊക്കെ പറ്റുള്ളൂ. കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ആ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിപ്പോൾ ഇങ്ങനെ ഈ ചട്ടി ആകുമ്പോഴത്തേക്കും 4 ഇറ്റും ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഓരോ സ്ഥലത്തോട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ കറിവേപ്പിലയും കൂടെ മല്ലിയിലയും കൂടെ ഇട്ട് ഇപ്പോഴും ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. അങ്ങനെ വെച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഈ ചട്ടിക്ക് അവിയലൊക്കെ തയ്യാറാക്കാനാണ് എളുപ്പം. നമ്മൾ ഈ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലോട്ട് പെട്ടെന്ന് ഇട്ട് കൊടുക്കണം. അപ്പോഴേ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് കുക്കറിൽ വേവിച്ച് വെച്ച ഗ്രീൻ പീസും വെജിറ്റബിൾസും എല്ലാം കൂടെ വെന്ത് കിടപ്പുണ്ട്. അത് നമുക്ക് ഈ കടുക് വറുത്ത മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. അതിപ്പോൾ നല്ലതുപോലെ മൂത്ത് കിടപ്പുണ്ട്. തേങ്ങയൊക്കെ നല്ലപോലെ വെന്ത് പറ്റിയിട്ടുണ്ട്. ഇതിന് നമുക്ക് വെള്ളം വെക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഉള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഈ ഗ്രീൻ പീസ് വേവിച്ചതെന്ന് പറഞ്ഞാൽ 3 വിസിൽ കേൾപ്പിച്ചിട്ട് 4ാമത്തെ വിസിൽ കേൾക്കുന്നതിന് മുമ്പേ നമ്മൾ ഓഫാക്കണം. വിസിൽ കേൾപ്പിക്കരുത്. വിസിൽ കേൾപ്പിക്കുകയാണെങ്കിൽ 5 വിസിലൊക്കെ കേൾപ്പിച്ചെടുക്കണം. അല്ല 3 വിസിൽ കേൾപ്പിച്ചിട്ട് 4ാമത്തെ വിസിൽ കേൾക്കുന്നതിന് മുമ്പേ അത് കേൾക്കുന്നതിന് തൊട്ട് മുമ്പൊരു സൗണ്ട് കേൾക്കും. വിസിൽ വരാനുള്ള സൗണ്ട്. അപ്പോഴാ ഒരു ചെറിയ സൗണ്ട്, അത് ശ്രദ്ധിച്ച് നിന്ന് ആ വിസിൽ വരുന്നതിന് മുമ്പേ ഓഫാക്കണം. അപ്പോൾ നല്ലതുപോലെ ഗ്രീൻ പീസ് വെന്ത് കിട്ടും. ഇതിപ്പോൾ നല്ലതുപോലെ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട്. എന്താ നേരം നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇനി ഫ്ലെയിമൊന്ന് കൂട്ടി വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് പറ്റിച്ചെടുക്കാം.
അപ്പോൾ നമ്മൾ കുറുകുറുത്ത ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതിനി ആറുമ്പോൾ ഒന്നുകൂടി പറ്റും. അപ്പോഴിതിന് നമുക്ക് അടുപ്പിൽ നിന്നും തീ ഓഫാക്കി അടുപ്പിൽ നിന്നും മാറ്റാം.